SIR ജോലി സമ്മർദ്ദം 2 BLOമാർ കൂടി ജീവനൊടുക്കി. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനൈകം ടോപ്പ് 10ലേക്ക് സ്വാഗതം. വോട്ടർ പട്ടിക പരിഷ്കരണ ജോലിയിലെ സമ്മർദ്ദം മൂലം മധ്യപ്രദേശിലും ബംഗാളിലുമായി 2 BLOമാർ ജീവനൊടുക്കി. ഗുജറാത്തിൽ 2 പേർ ജീവനൊടുക്കിയതിന് പിന്നാലെയാണ് സമാന സംഭവം നടന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്തിനോട് പ്രതികരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാട് കടുപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിടും മുൻപ് LDF കുതിപ്പ് തുടരുന്നു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 10 സീറ്റുകളിൽ LDFന് എതിരാളികളില്ല. കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്തിൽ കോവുന്തല വാർഡിലും കണ്ണപുരത്തെ 3-ാം വാർഡിലും 10-ാം വാർഡിലും കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിലെ 10-ാം വാർഡിലുമാണ് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചത്. ഇതോടെ 10ഇടത്ത് LDF ജയിച്ചു. ഇന്നലെ കണ്ണൂരിലെ ആന്തൂർ നഗരസഭ, മലപ്പട്ടം, കണ്ണപുരം പഞ്ചായത്തുകളിലായി 6 തദ്ദേശ വാർഡിലെ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. മംദാനിക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനാവുമെന്നും മംദാനിയും താനും ന്യൂയോർക്ക് നഗരം മികച്ചതായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും പല കാര്യങ്ങളിലും തങ്ങൾ യോജിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ ഫലപ്രദമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും ന്യൂയോർക്ക് സിറ്റിയിലെ ജീവിത ചെലവ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇരുവരും ഊന്നിപ്പറയുകയും ചെയ്തു. UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ മുന്നറിയിപ്പുമായി സമസ്ത. ജമാഅത്തെ ഇസ്ലാമിയുമായി അകലം പാലിക്കണമെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം മുന്നറിയിപ്പ് നൽകി. അവർ രാഷ്ട്രീയത്തിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിക്കും, അതിനെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു വിമർശനം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഹിഫിൽ. ചില നേതാക്കളെ ഫ്യൂഡൽ മാടമ്പിമാർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടവർക്കും ജയിലിൽ കിടന്നവർക്കും സീറ്റ് ലഭിച്ചില്ലെന്ന് ദുൽഹിഫിൽ പറഞ്ഞു. മാവേലിക്കര ചെങ്ങന്നൂർ സെക്ഷനിൽ പാളത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നും നാളെയും ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി രാത്രിയിൽ ഓടുന്ന ചില ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിച്ചുവെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. നിരവധി ട്രെയിനുകളെ ഗതാഗത നിയന്ത്രണം ബാധിക്കുമെന്നതിനാൽ റെയിൽ വൺ ആപ്പിൽ സമയം ഉറപ്പാക്കി മാത്രം യാത്ര പുറപ്പെടണമെന്ന് അറിയിപ്പുണ്ട്. പാലക്കാട് BJPക്ക് പലയിടത്തും സ്ഥാനാർത്ഥികളില്ല. 11 പഞ്ചായത്തുകളിലായി 43 വാർഡുകളിൽ നിലവിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല. ചിറ്റൂർ, തത്തമംഗലം നഗരസഭകളിൽ 5 വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ 8 വാർഡുകളിലും BJPക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. കഴിഞ്ഞ തവണ BJP മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ 4 വാർഡുകളിൽ പോലും സ്ഥാനാർത്ഥികളില്ല. മുൻ MLA PV അൻവറിന്റെ സ്വത്ത് 4 ഇരട്ടിയായി വർദ്ധിച്ചുവെന്നും ലോണെടുത്ത തുക വകമാറ്റിയതായി സംശയിക്കുന്നുവെന്നും EDയുടെ വിശദീകരണം. അൻവറിന്റെ വീട്ടിലെയും സ്ഥാപനങ്ങളിലെയും റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് EDയുടെ വിശദീകരണം. 22.3 കോടിയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നതെന്നും ഒരേ പ്രോപ്പർട്ടി ഈടുവെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവിധ ലോണുകൾ KFC വഴി തരപ്പെടുത്തിയെന്നും ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ മാത്രം ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലോക പ്രശസ്തമായ തിരുപ്പതി ക്ഷേത്രത്തിൽ മായം ചേർത്ത നെയ്യ് ഉപയോഗിച്ച് ഏകദേശം 20 കോടി ലഡു തയ്യാറാക്കിയതായി റിപ്പോർട്ട്. 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ വിതരണം ചെയ്ത 48.76 കോടി ലഡുകളിൽ 20 കോടിയോളം എണ്ണത്തിൽ മായം ചേർത്ത നെയ്യ് ഉപയോഗിച്ചിരുന്നെന്നാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ BR നായിഡു അറിയിച്ചത്. ജനൈകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.